പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവിക സംരക്ഷണത്തോടെ കർത്താവ് നമ്മെല്ലാവരെയും സൂക്ഷിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമുക്ക് മതിയായ ദൈവമാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവ് ഇന്ന് നന്നായി നടത്തട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥനാ യോഗത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത് പോലെ എന്നും ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കേണ്ടി വരികയില്ല. ഒരു സുദിനമുണ്ട്, ഒരു സന്തോഷ സമയമുണ്ട്, ഒരു വാഗ്ദത്ത നിവൃത്തിയുടെ സന്തോഷമുണ്ട്. നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അവകാശികളാണ്, സ്വർഗത്തിലെ അവകാശികളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു വീട്ടിൽ ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിന് എത്രത്തോളം ആ വീട്ടിൽ അധികാരം കൊടുക്കുന്നുവോ എത്രത്തോളം അധികാരം, എത്രത്തോളം സ്വാതന്ത്ര്യം ആ കുഞ്ഞിന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നാം ക്രിസ്തുയേശുവിലൂടെ അവകാശികളുമാണ്. കർത്താവായ യേശു, ദൈവപുത്രനായിരിക്കുന്ന പൊന്നു കർത്താവ്, നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ പിറന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ക്രൂശി ചുമക്കുമ്പോൾ തനിക്കതെന്നും ക്രൂശ് ചുമന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നില്ല. തൻ്റെ ക്രൂശീകരണത്തിന് ശേഷം താൻ മരിച്ച് യേശു കർത്താവിനെ കല്ലറയിൽ കൊണ്ടുവച്ച് 1-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഒരു പുനരുത്ഥാന ദിവസമുണ്ട്. ക്രൂശ് എടുക്കാൻ ഒരു ദിവസമുണ്ട്, പുനരുത്ഥാനത്തിനായി ഒരു ദിവസം. ഇന്ന് പ്രശ്നങ്ങൾ, വളരെ കണ്ണുനീരുകൾ, വളരെ ഭാരങ്ങൾ, വളരെ ആവശ്യങ്ങളുടെ നടുവിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ട്. എന്നാൽ പുനരുത്ഥാന ദിവസം പോലത്തെ സന്തോഷകരമായ ദിവസവും നിങ്ങൾക്കുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു. നിങ്ങൾ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുകയാണോ? നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണോ? നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണോ? പ്രിയമുള്ളവരെ, നല്ലൊരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണ തോന്നുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. തൻ്റെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു അപ്പൻ അറിയുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവം, നമ്മളുടെ സ്വർഗീയ പിതാവാം ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം അറിയുന്നു, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്നൊരു ദൈവമാണ്. ഇന്നത്തെ ദിവസം നമുക്കൊന്ന് വിശ്വസിക്കാം, നമുക്ക് കർത്താവിലൊന്ന് ആശ്രയിക്കാം. ഈ സ്വർഗീയ പിതാവിൽ നമ്മെ തന്നെ സമ്പൂർണമായൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. എല്ലാം സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരുവാനും മതിയായവനാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ തലമുറകളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ ഒരനുഗ്രഹത്തോടെ എക്സാമിൽ വലിയ വിജയങ്ങൾ കാണാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദിവസം ഒരു അനുഗ്രഹമാകട്ടെ. നല്ല പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക്
ഏൽപ്പിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നടത്തുന്നത് ആകയാലും ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകയാലും ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിങ്ങിൽ കാണുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നന്നായി വഴി നടത്തി കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാകയാൽ ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്നൊരു സ്വർഗീയ അപ്പൻ ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ കരത്തിൽ എല്ലാ ആവശ്യങ്ങളെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലതുപോലെ പഠിച്ച് വലിയ വിജയം ഉണ്ടാകാൻ എല്ലാ തലമുറകളെയും കർത്താവ് സഹായിക്കണം. എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക അനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ, വലിയ വിജയങ്ങൾ കർത്താവ് നൽകണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത കരുതലുണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാനും യേശുവിനെ സാക്ഷീകരിക്കുവാനും പരിശുദ്ധ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ അപ്പനുണ്ട്. ഇതിനുമേലെല്ലാം കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.